അപ്പോഴേ വിത്തുകളുണ്ടായിപ്പോയ രേഖകൾ, ഇത് സീരിയസ് വിഷയമാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ ഒരു കാഴ്ചവെട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താ, നമ്മൾ ഇപ്പോൾ വിസ, പിന്നെ പ്രോസസ്സിങ് ഇല്ല, 2 കൊല്ലമായിട്ട് പ്രോസസ്സിങ് ഇല്ല. ഏജൻറ്റ് വിളിക്കുമ്പോൾ അവർ കൈമരത്തണം, ഞങ്ങൾക്കറിയത്തില്ല എന്നൊക്കെ പറയും. നമുക്ക് അവർ വിളിച്ചിട്ട് കിട്ടണില്ല. യൂണിവേഴ്സിറ്റി ആയാലും ഞങ്ങൾക്ക് ജോലി തരുന്ന സ്ഥലമായാലും വിളിച്ചിട്ട് കിട്ടണില്ല. ഒരു ഗഡു കാശ് 10 ലക്ഷം നീ മുടക്കി, നിനക്ക് യാതൊരുവിധ റിട്ടേൺസും ഇല്ല, ഒരു അറിവുമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന്, വേറെ ഒരു ജോലി ശ്രമിക്കാൻ പറ്റണില്ല. കല്യാണം കഴിക്കണം, ജോലിക്ക് പോകണം, ഈ ജോലിയാണ് വേറെ ജോലിയാണ്, ആകെപ്പടി കൺഫ്യൂഷൻ. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കൈവയ്ക്കുകയെ ഓൺലൈനിലും കൈവയ്ക്കാം. അതായത് രേഖകൾ ഇപ്പോൾ പ്രമാണമാണ്. ചിലർക്ക് പ്രമാണം പോലും കിട്ടണില്ലല്ലോ. ഒക്കെ ഓരോ ചെയ്ത് നമ്മൾ 25 ദിവസം ചെല്ലുമ്പോൾ നമുക്ക് പ്രമാണം തരണ്ടേ. ചിലപ്പോൾ പ്രമാണം കാണാനില്ലെന്ന് പറയും. ഇപ്പം എന്ത് ചെയ്യാനാ? ഇതെല്ലാം ഉണ്ട്, ദൈവത്തിൻ്റെ കൺമുമ്പിലുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ കൺമുമ്പിലാണ് ഇല്ലാത്തത്. ദൈവത്തെ ഇത് എവിടെ ഉണ്ട്, എവിടെ ഇരിക്കണമെന്ന് കർത്താവിനറിയാം. അത് നിലക്കൊണ്ടും തരും. ചെറു പറയുന്ന മകൻ പോയി 18 കൊല്ലമായി കാണാനില്ലെന്ന് പറയും. ചെറു പറയും മകനുണ്ട്, അവൻ വേറെ ഒരു തള്ളയുടെ കൂടെ പോയി താമസിക്കണമെന്ന് പറയും. അവന് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയും. അവൻ കല്യാണം കഴിച്ചിട്ടില്ല, 2 വയസ്സ് 2 മക്കളുള്ള വേറെ ഒരു ചേട്ടത്തിൻ്റെ കൂടെ പോയി താമസിക്കണമെന്ന് പറയും. അവൻ വിളിച്ചിട്ട് എവിടെ വരണമില്ല, വീട്ടിൽ താമസിക്കണമില്ല. ഇങ്ങനെയുള്ള എല്ലാവിധ വിത്തുകൾസും അതിശക്തമായി സ്തുതിക്കട്ടെ. ഇളകി പോരാൻ വേണ്ടി സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 ശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ തടസ്സങ്ങളും എല്ലാ ദോഷങ്ങളും കർത്താവേ മാറിക്കൊണ്ട് ദൈവനാമത്തിലെ കുടുംബത്തിൽ സമാധാനം ലഭിക്കട്ടെ. അരികിൽ വരണമേ, അരികിൽ വരണേ, സദയം തുടരേ, സുഖമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പരീക്ഷ എഴുതിപ്പോയവരും എഴുതാൻ പോണവരും. ഇപ്പം നീറ്റ് പരീക്ഷയില്ലേ, നീറ്റ് പരീക്ഷ എഴുതിപ്പോയ കുഞ്ഞുങ്ങളില്ലേ, അപ്പം അവർക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയ ചിലർക്ക് ഭയങ്കര പ്രയാസമാണ്. കാര്യം അവർ 3-ാം പ്രാവശ്യമൊക്കെ എഴുതിയിരിക്കണം. ചിലർ 4-ാം പ്രാവശ്യം 5-ാം പ്രാവശ്യം എഴുതിയവരുണ്ട്. എന്നിട്ടും അവർക്ക് എഴുതിയിട്ട് ശരിയായില്ലെന്ന് പറഞ്ഞവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. വെറുതെ ചുമ്മായല്ല, കൃപാസനത്തിൽ അൾത്താരെ ഓർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കുന്ന യേശുവിൻ്റെ തിരുസന്നിധിയിലെ അമ്മ മാതാവ് ജീവരുടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ടാണ് ജനലക്ഷങ്ങൾ അൾത്താറിൽ ആശ്രയിച്ചു കൊണ്ടാണ് ഓർക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു ഓർമ്മയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾ നിന്നെ ഓർക്കും, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഓർക്കും. നിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥതയിലെ അത് നിവർത്തിയാക്കപ്പെടും. എല്ലാ തടസ്സങ്ങളും മാറും. ഞങ്ങൾ ജയിക്കും. കൃപ ധരിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിക്കും. കൈ എത്തിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ആരാധനയിലെ അഭിഷേകത്തോടെ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയിലേക്ക് ഐക്യപ്പെടുത്തണമേ. അമ്മേ പരിശുദ്ധാത്മേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. എല്ലാവരെയും ആദ്യമായി ഈ ശുശ്രൂഷയിലേക്ക് ദൈവത്താലെ ക്ഷണിക്കപ്പെട്ടവരെയും ഇപ്പോൾ ആശീർവദിക്കണമേ.
അവരുടെ ജീവിത അവസ്ഥകളെ, ഭാരങ്ങളെ, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസിക അവസ്ഥകളെ ഇപ്പോൾ ഏറ്റെടുക്കണമേ. അമ്മേ പരിശുദ്ധമേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഏറ്റവും കൂടുതൽ ബൈബിൾ ശാസ്ത്രപരമായി മനസ്സിലാക്കിയാൽ നമ്മൾ അഭൂതപൂർവമായി രക്ഷപ്പെടുന്ന ഒരു ആധ്യാത്മിക പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നമ്മളിവിടെ അനുവർത്തിക്കുന്ന ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ്. എൻ്റെ പ്രയോക്താവ് പരിശുദ്ധ അമ്മയാണ്. നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഇത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ, അമ്മ മാതാവിൻ്റെ ആധ്യാത്മികതയുടെ അസ്ഥിവാരങ്ങൾ, അതിൻ്റെ ആധ്യാത്മിക ഫ്ലോ, അരൂപിയുടെ ഫ്ലോ, ദ നേച്ചർ ഓഫ് ദി ഫ്ലോ, അരൂപിയുടെ പ്രവാഹത്തിൻ്റെ ഒരു പ്രകൃതി വളരെ ശാസ്ത്രീയമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഒത്തിരിയേറെ മുന്നോട്ട് പോകാൻ പറ്റും. ഫസ്റ്റ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോഴേ ഈ സെക്കൻഡിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ്. ഇന്ന് വെളുപ്പിനെ മുതൽ ഈശോ ഒത്തിരിയേറെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ വളരെ സൈലൻ്റ് ആയിരുന്നു അതെല്ലാം കേൾക്കാൻ വേണ്ടി. കാര്യം പ്രാർത്ഥനാ ദിവസവും അങ്ങനെയാണ്, വെളുപ്പിനെ മുതലേ സംസാരിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈശോ ജസ്റ്റ് ഈ സെക്കൻഡിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ രണ്ടാൾക്കാരുടെ നടുക്കാൻ നിൽക്കുന്നത്, ഒന്ന് ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലും രണ്ടാമത് മാതാവ് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ വെർച്വൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് ആണ് നിൽക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഒരു 2 ലക്ഷം മനുഷ്യരോടാണ്. ഒരു ഉടമ്പടി ധ്യാനം കൂടുന്നത് 2 ലക്ഷം മനുഷ്യരാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ധ്യാനം കൂടിയത് ഇപ്പോഴും നോക്കുമ്പോൾ 1,98,000 കഴിഞ്ഞു. അത്രയും മനുഷ്യരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളീ ശുശ്രൂഷ ഒത്തിരിയേറെ ശ്രദ്ധയോടും രക്ഷപ്പെടാനുള്ള അവസാനത്തെ ഒരു സ്ഥലത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമാണ് കൊണ്ടുവന്നിരിക്കണം എന്നുള്ള ബോധത്തിലെ ശക്തമായി സന്തോഷിച്ചത് കൈയടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, വസിച്ചോട്ടെ പാദം ചുംബിച്ചോട്ടെ സന്നിധിയിൽ വസിച്ചോട്ടെ പാദം ചുംബിച്ചോട്ടെ ആരാധിക്കും യേശുവരാ അങ്ങനെയൊക്കെ പാടുമ്പോൾ ഈശോക്കത് തോന്നണം. മറിച്ച് നിങ്ങളൊരു റോബോട്ടാണെന്ന് തോന്നരുത്. ഈ റോബോട്ടുകളില്ലേ, മനുഷ്യയന്ത്രങ്ങൾ, അവരെ കൊണ്ട് നമുക്ക് പാടിക്കാൻ പറ്റും അല്ലേ? പക്ഷെ അത് ആരാധനയായിട്ട് ദൈവം കണക്കിലെടുക്കത്തില്ല.
ആത്മാവും ശരീരവും മനസ്സും ബുദ്ധിയും ബോധവും സ്വയം നിർണായകമായ അവകാശങ്ങളും ഒക്കെ ഉള്ള ഒരാൾക്കാരാണ് നമ്മൾ. റോബോട്ടിന് അതില്ലല്ലോ. നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. എല്ലാം പ്രോഗ്രാംഡാണ്. വിശ്വാസി ഒരു പ്രോഗ്രാംഡ് അല്ല. പക്ഷേ യു ആർ പ്രേയിങ് ആസ് ഇഫ് ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് ആസ് എ റോബോട്ട്. അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രോഗ്രാംഡ് ചെയ്ത റോബോട്ടിനെ പോലെയാണ്. ഇക്കാര്യം അത് നന്മ നിറഞ്ഞ മറിയത്തിനൊക്കെ വരുന്ന ദുരന്തം അതാ. നന്മ നിറഞ്ഞ മറിയമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ പെട്ടെന്ന് പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ? ഇറ്റ് ഈസ് പ്രോഗ്രാംഡ്. മറിച്ച് ഓരോ പ്രാർത്ഥനയുടെയും ഓണർഷിപ്പ് അപ്പോഴപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് പോരണം. സൈനിങ് പ്രെയർ. നിങ്ങളൊരു പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നിങ്ങൾ അറിയണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്താണ് പ്രാർത്ഥിക്കണമെന്ന് കൂടി അറിയണം. പിന്നെ ആരോടാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയണം. അപ്പോൾ അഭിഷേകം ഉണ്ടാവും. കൈനെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആരാധന ധ്യാന നിമിഷം ഞങ്ങൾ എവിടെയായിരിക്കുന്നു, ആരോട് പ്രാർത്ഥിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് ആഴമായ അവബോധം ഉണ്ടാകണമേ. എൻ്റെ അന്തരംഗത്തെ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. എൻ്റെ അന്തരംഗത്തെ ഈ നിമിഷം ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓൺലൈനിലെ ഈ ആഴ്ചയിലെ ധ്യാനം കൂടുന്ന എല്ലാവരെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. വിശ്വാസം വളരട്ടെ, പ്രത്യാശ വളരട്ടെ, ആത്മാവിൽ നിറയട്ടെ, ശ്രദ്ധിക്കട്ടെ. വെച്ചുകൊണ്ട് പറയുക, ഒന്നുകൂടി പാടുക. കൈ നെഞ്ചത്ത് വെച്ചോണ്ട് അതായത് നമ്മൾ ചെയ്യുന്നത് മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി ചെയ്യുമ്പോൾ മറ്റ് പ്രാർത്ഥന രൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ള ഇഫക്ട്സുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മക്കളില്ലാത്തവർ, അവർക്ക് 7 കൊല്ലമായപ്പോൾ മക്കളെ കിട്ടി. അപ്പം ഞങ്ങൾ ആ സാക്ഷി ഇവിടെ പറയിപ്പിച്ചില്ല. പ്രഭു അച്ഛനാണത് നോട്ട് ചെയ്തത്. പ്രഭു അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആൾക്കാരുടെ മക്കളുണ്ടായതൊക്കെ പറഞ്ഞൊന്ന് അച്ഛൻ വിശ്വസിക്കത്തില്ല. പെട്ടെന്ന് അച്ഛൻ ചോദിച്ച്, നിങ്ങൾ ഇവിടെ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് ചോദിച്ച്. അപ്പം നോക്കിയപ്പോൾ അവർ 8 സ്ഥലത്ത് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉടമ്പടി സാക്ഷ്യമല്ല. ഉടമ്പടിയിലൂടെ ആയിരിക്കും മാതാവ് ചിലപ്പോൾ അവരെ സഹായിച്ചത്. പക്ഷേ
അവർ വേറെ പല സ്ഥലത്തും ഇതുപോലെ ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളത് സാക്ഷ്യത്തിൻ്റെ കൂടെ പെടുത്തത്തില്ല. കാര്യം നമുക്ക് കൺഫ്യൂഷനാണ്. കാര്യം ഉടമ്പടിയും ഒരു നൊവേനയും തമ്മിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഉടമ്പടിയും ചെയ്യും, ഇപ്പം എവിടുന്നല്ല അവിടെ പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി നൊവേനയും നടത്തും. ഇങ്ങനെ കറക്ക ക്രിസ്ത്യാനിയെ ഞങ്ങളിവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ? ഇത് ദൈവമായിട്ടൊരു ഉടമ്പടിയാണ്. ഉടമ്പടി എടുത്താൽ ഉടമ്പടി അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവർ മര്യാദക്ക് അതിൽ തന്നെ ഫോളോ ചെയ്ത് പോരും. കാര്യം ഇത് നെവർ എ പ്രെയർ ഫോം, ഒരു പ്രാർത്ഥനാ ഫോം അല്ല ഇത്. ഇതെന്താണ്? ദൈവം ഒരു കക്ഷി, നീ ഒരു കക്ഷി അല്ലേ? ദൈവവും നീയും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് ഉടമ്പടി. ആ ഉടമ്പടി വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഓരോരോ തീർത്ഥാടന സ്ഥലത്തൊക്കെ പോയി ഓരോരോ പരിപാടി ചെയ്ത് വെക്കത്തില്ല. അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു ഫിഡലിറ്റിയുടെ വിഷയമാണിത്, വിശ്വസ്തതയുടെ. ആയിരിക്കട്ടെ. എൻ്റെ പേര് മഞ്ജു. ഞാൻ ആലപ്പുഴ സെൻറ്റ് മൈക്കിൾസ് ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായി ഒരു ഉടമ്പടി എടുക്കുന്നത് നവംബറിലാണ്. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ ആദ്യം ഒരു സാക്ഷ്യം പറഞ്ഞു. അത് എൻ്റെ IELTS വിജയമായിരുന്നു. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളും അമ്മയുടെ സമയ ചുരുക്കത്തിലൂടെയുള്ള ഇടപെടലാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം IELTS എക്സാമിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിന് ഞാൻ പല സ്ഥലങ്ങളിലും കൊടുത്തു. പക്ഷേ ആദ്യമൊന്നും ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ കൂടുതലായി മുഴുകി പത്രം കൊടുക്കാനും മറ്റുള്ളവരിലേക്ക് അമ്മയെ എത്തിക്കാനും കൃപാസന അമ്മയെക്കുറിച്ച് പറയാനും ഒക്കെ കൂടുതലായി സമയം ചെലവഴിച്ചു. പിന്നെ പത്രം കൊടുക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസ പ്രമാണം കൈകൊണ്ട് എഴുതി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ച് പലർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലായി പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വരികയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്ഥലത്തു നിന്നാണ് എനിക്ക് ഇൻ്റർവ്യൂ വന്നത്. ആ വരുന്ന സമയത്ത് എനിക്ക് നല്ലതായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷനും ചുമ കണ്ടിന്യൂസ് ആയിട്ടുള്ള സമയമായിരുന്നു. വൈകിട്ട് 6 മണിക്കാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ അവർ പറഞ്ഞിരുന്നത്. UK പ്രത്യേകം ഏജൻറ്റ് പറഞ്ഞിരുന്നു, റേഞ്ചിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകരുത്, കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഫെയിലാകുമെന്ന്. ഞാൻ ഇൻ്റർവ്യൂവിന് കയറി ഒരു 5:45 ആയപ്പോഴത്തേക്ക് കറണ്ട് പോയി. ഞാൻ കാശ് രൂപവും പത്രവും എല്ലാം എൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ കറക്റ്റ് 6 മണിയാകുമ്പോൾ എനിക്ക് കറണ്ട് വരണം, അല്ലെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിവിടെ തന്നെ എനിക്ക് ജോലി കിട്ടണം. അതെൻ്റെ ഒരു അമ്മയോടുള്ള എൻ്റെ ഒരു ദുശാഠ്യമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ 6 മണിയായപ്പോൾ കറക്റ്റ് 6 ആയപ്പോൾ കറണ്ട് വന്നു. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ റേഞ്ചിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ ക്വസ്റ്റ്യനെല്ലാം ആൻസർ ഞാൻ കൊടുത്തു. പക്ഷേ റേഞ്ച് വിട്ടുവിട്ട് പോകുന്ന പ്രോബ്ലംസ് ഉണ്ടായി. അതിൻ്റെ റിസൾട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് വന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ അമ്മയെ ഏൽപ്പിച്ചു, അമ്മേ നീ ഇടപെടണം, എനിക്കിവിടെ തന്നെ ജോലി കിട്ടിയേ മതിയാവുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഇൻ്റർവ്യൂ വന്നപ്പം 5 പേരാണ് ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ മെസ്സേജ് വന്നത് ഇങ്ങനെയാണ്, അതിൽ 2 പേരെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടാക്കി, ബാക്കി 3 പേർക്ക് ഒന്നും കൂടി ഇൻ്റർവ്യൂ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യണം, കാരണം അവരുടെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്നുള്ളതാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്കിവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. ഇപ്പം ഞങ്ങളുടെ വീട്ടിലിരുന്നാൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. ഒരുങ്ങി ഇറങ്ങാൻ നേരം ഞാൻ കാശ് രൂപ എല്ലാം കയ്യിലെടുത്തു, ഉടമ്പടി തൈലം എല്ലാം പറ്റി പ്രാർത്ഥിച്ചു, അമ്മേ ഇനി എനിക്കിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഒരുക്കാതെ ഈ ഇൻ്റർവ്യൂ തന്നെ പാസ്സാകുവാനും ഇനി ഇതിനു വേണ്ടി അലിഞ്ഞു നടക്കാൻ അമ്മ എന്നെ അനുവദിക്കരുത്, കാരണം കുഞ്ഞുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അവിടെ ചെന്ന് നല്ല പ്രോപ്പർ ടൗണ്, റേഞ്ചുള്ള സ്ഥലം എല്ലാം ഞാൻ ഒരുക്കി. റൂമിൽ കയറി പത്രത്തിൻ്റെ പുറത്ത് തന്നെ എൻ്റെ ഫോൺ വെച്ചു, കാശ് രൂപം വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം വെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂവിലും അവർ ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർക്ക് റേഞ്ച് പ്രോബ്ലം കൊണ്ട് റേഞ്ച് കിട്ടുന്നില്ല, വീണ്ടും പറയുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഓക്കെ മഞ്ജു, ഞങ്ങൾ പിന്നെ റിസൾട്ട് അറിയിക്കാം, പക്ഷേ റേഞ്ചിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ്. ഞാൻ ആ ഇൻ്റർവ്യൂവിന് ശേഷം അമ്മയുടെ അടുത്ത് സമർപ്പിച്ച് പറഞ്ഞു, അമ്മേ ഇനി എൻ്റെ കഴിവല്ല, എൻ്റെ കഴിവ് അവസാനിച്ചു, കാരണം ഇനി അമ്മ പോയി ഇടപെട്ടേ മതിയാവത്തുള്ളൂ. ഈ ഇൻ്റർവ്യൂ ചെയ്ത മേഡത്തിൻ്റെ ഹൃദയത്തോട് അമ്മ അവിടെ ചെന്ന് ഇടപെടണം. അപ്പം ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടിരുന്നു,
അനിഷ അങ്ങനെ എന്തോ ഒരു പേരാണ് സഹോദരിയുടെ. കാനഡയിൽ പോയി വിസ പ്രോസസ്സിങ്ങിൽ അമ്മ ഇടപെട്ട ഒരു സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അനിഷയുടെ കാര്യത്തിൽ ഇടപെടാൻ സാധിച്ച അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയും. എനിക്ക് ഈ ഇൻ്റർവ്യൂ തന്നെ പാസ്സായി കിട്ടണം, എൻ്റെ കഴിവല്ല, അതിനപ്പുറം അമ്മയും ഈശോയും അവിടെ ചെന്ന് മേഡത്തിൻ്റെ ഹൃദയത്തോട് ഇടപെടണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് എത്തേണ്ടതാണ്. 3 ദിവസം കഴിഞ്ഞ് കുരിശുവരയ്ക്ക് ശേഷം ഞാനിങ്ങനെ അമ്മയോട് സംസാരിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. ഒറ്റയ്ക്കിരുന്നു അമ്മ എന്താ ഒന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് നേരം കഴിഞ്ഞ്, അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പം കാണുന്നത് ഏജൻറ്റിന് അവർ ഫോർവേഡ് ചെയ്ത മെസ്സേജാണ്. ഇൻ്റർവ്യൂ ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇവിടെയും മഞ്ജുവിന് റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2-3 ദിവസം കൂടി വേണം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവും, അമ്മ ഇടപെടാനുള്ള സമയമാണിതെന്ന് എനിക്ക് പിടികിട്ടി. ഞാൻ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനം കൂടുതലായി ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവരിലേക്ക് പത്രം എത്തിക്കാനും, അങ്ങനെ ഞാൻ പത്രം കൊടുക്കുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി. അന്ന് ആ മാസം എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അവരൊക്കെയും എന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനെല്ലാം ചെയ്ത് ഒരു തിങ്കളാഴ്ചയാണ് പിന്നെ റിസൾട്ട് എത്തേണ്ടത്. തിങ്കളാഴ്ച പകലൊന്നും ഒരു അനക്കം ഉണ്ടായില്ല. രാത്രിയായപ്പോൾ എനിക്ക് എപ്പോഴും അമ്മ ഇങ്ങനെ ഒരു സമയം എൻ്റെ മനസ്സിൽ തോന്നിക്കും, 10 മണി 6 മണി. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിക്കുകയാണ് 10 മണി. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ ടൈം 10 മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, ഒന്നും അറിഞ്ഞില്ല. ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ കാണുന്നത് ഞാൻ പാസ്സായി എന്നുള്ള ഒരു മെസ്സേജാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അന്ന് തന്നെ ഇവിടെ ഓടിയെത്തി അമ്മയുടെ അടുത്ത് നന്ദി പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം രണ്ടാമത്തെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്ററൊക്കെ എത്തി. പെട്ടെന്ന് അമ്മയെല്ലാം ചെയ്തു തരുമായിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. പക്ഷേ ഓഫർ ലെറ്റർ വരുമ്പം എനിക്ക് ആദ്യത്തെ പൈസ, ഞങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് കൊടുക്കേണ്ടത് 11 ലക്ഷമാണ്. ആദ്യത്തെ എമൗണ്ട് കൊടുക്കേണ്ടത് 6 ലക്ഷം. ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലായിരുന്നു. അവിടെ അമ്മയുടെ വലിയ ഇടപെടലുണ്ടായി. മകളെപ്പോലെ സ്നേഹിച്ച് എനിക്ക് കൊണ്ട് പൈസ തന്ന് എന്നെ ഒരു അങ്കിൾ സഹായിച്ചു. വളരെ മോക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ, നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ട് പൈസ തന്നു. അതുകൂടാതെ വീണ്ടും 1 ലക്ഷം രൂപയും കൂടെ വേണമായിരുന്നു. അതും എൻ്റെ കൂട്ടുകാരി വഴി അവളും പെട്ടെന്ന് തന്നെ എനിക്ക് അയച്ചു തരികയായിരുന്നു. അയച്ചു തന്ന് ആ ഏജൻറ്റ് പറഞ്ഞ ദിവസം തന്നെ എനിക്ക് കൊടുക്കാൻ സമയ ചുരുക്കത്തിലൂടെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഒന്നിനും എനിക്കൊരു ടെൻഷൻ അടിക്കേണ്ടതായ ഒരവസരം വരുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് COS ആണ്. COS എല്ലാവർക്കും 2 ആഴ്ച 3 ആഴ്ച എടുക്കും. പക്ഷേ എനിക്ക് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് തന്നെ എത്തി. അവിടെ എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ എല്ലാം സ്പീഡ് ചെയ്യുമായിരുന്നു. പക്ഷേ അന്നേരം വീണ്ടും കൊടുക്കേണ്ട പൈസ ഞങ്ങളുടെ കയ്യിൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ 0-യിൽ എത്തിയിരുന്നു, 0 ബാലൻസ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, പലരോടും ചോദിച്ചു, ഒരു അനക്കവും ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ ഇരുമ്പോടാമ്പലൊടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരുമെന്നുള്ള വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഏജൻറ്റ് പറഞ്ഞ ദിവസം തന്നെ, കൊടുക്കേണ്ട ദിവസം തന്നെ ഒരു ഫാമിലി വഴി ഞങ്ങൾക്ക് ആ സഹായവും വന്നെത്തി. അങ്ങനെ ദൈവം ഞങ്ങളെ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞതുള്ള ടിക്കറ്റാണ്. ടിക്കറ്റിനും 1 ലക്ഷം രൂപ വേണം. അതും ഞങ്ങളുടെ കയ്യിലില്ല. അതും ദൈവസ്നേഹം അറിയുന്ന ഒരു മകളിൽ നിന്ന് എനിക്ക് കിട്ടുകയും ടിക്കറ്റ് എടുക്കാനും സാധിച്ചു. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് പെട്ടെന്നൊരു തടസ്സമുണ്ടായി. എനിക്ക് UK എത്തിയതിന് ശേഷം താമസിക്കാൻ അവിടെ അക്കോമഡേഷൻ്റെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അവിടെയും എൻ്റെ അമ്മയുടെ വലിയ ഇടപെടലുണ്ടായി. വളരെ കുറഞ്ഞ ചാർജിലുള്ള, ഞങ്ങൾ 3 പേർ ഒരുമിച്ചാണ് പോകുന്നത്, വളരെ ചീപ്പ് റേറ്റിലുള്ള ഒരു ഹോമിൽ തന്നെ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുകയും 3 പേരും കൂടി ഷെയർ ചെയ്താലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ എമൗണ്ടിലുള്ള ഒരു വീട് കിട്ടുകയും ചെയ്തു. എല്ലാ രീതിയിലും അമ്മ എന്നെ അധികത്തിലധികമായി അനുഗ്രഹിച്ചു. അത്യുന്നതനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും എന്നുള്ള ആ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുവിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലവും ലഭിക്കുമെന്നുള്ള വചനത്തിൽ ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് അമ്മ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. മൂന്നാമതായിട്ടുള്ളത് എൻ്റെ രോഗസൗഖ്യമാണ്. പലപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്ക് എനിക്ക് വളരെ ശക്തമായി അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. 6 മാസമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ഒരൊറ്റ ടാബ്ലറ്റ് പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. രണ്ടാമതായിട്ടുള്ളത് എൻ്റെ
എൻ്റെ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേയിൽ എനിക്ക് വളരെ ശക്തമായ വേദന, അതായത് പീരിയഡ്സ് ആയ കാലം മുതൽ ഈ 40 വയസ്സ് വരെയും ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഈ 2 മാസം മുമ്പ് ഞാൻ ഉടമ്പടി തൈലം അടിവയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. മരുന്നോ ലേപനവുമല്ല, നിൻ്റെ വചനത്താൽ നീ എന്നെ സുഖപ്പെടുത്തണം, വർഷങ്ങളായി ഞാൻ ഈ മെഡിസിൻ എടുക്കുകയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പോയി കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വേദന അനുഭവപ്പെട്ടില്ല. പിറ്റേ മാസം ഒക്കെയും പീരിയഡ്സ് ആകുമ്പോൾ എനിക്ക് പീരിയഡ്സ് ആണെന്ന് പോലും തോന്നുന്നൊരവസ്ഥയില്ല, വേദനയേ ഇല്ല. അന്നോട്ട് ഇന്ന് വരെ എനിക്ക് മെഡിസിൻ എടുക്കേണ്ടതായി വന്നിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് അമ്മയും തിരുക്കുമാരനും എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡും വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിച്ച വ്യക്തിയാണ്. മദ്യത്തിൻ്റെ ഒരു ആസക്തിയൊന്നുമില്ല. വളരെ ശാന്തമായ പ്രകൃതത്തോടെ കുടുംബ സമാധാനം ഞങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടാനും കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സാധിക്കുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി. ഇപ്പോൾ എനിക്ക് ടിക്കറ്റ് വന്നു. ഞാൻ ചൊവ്വാഴ്ച 9-ാം തീയതി വൈകിട്ട് 8:30 പോവുകയാണ്. എല്ലാവരോടും യാത്ര ചോദിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ചൊവ്വാഴ്ച ദിവസമാണ് എനിക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടാറുള്ളത്. കാരണം അച്ഛൻ്റെ ധ്യാനത്തിന് ശേഷം എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം ഞാൻ എഴുതിയെടുക്കുകയും അതിൽ ബലപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് അച്ഛനോട് പ്രത്യേകം നന്ദി പറയുന്നു.